Hello students, നമ്മുടെ കഴിഞ്ഞ എക്സാംസിൻ്റെ ഫിസിക്സ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമുക്ക് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, now the question 1. A bullet traveling with a velocity of 60 meter per second penetrates a tree trunk and comes to a resting point 0.4 meter. What is the time taken for retardation? So ഇവിടുത്തെ മെയിൻ പോയിന്റ്സ് പറഞ്ഞാൽ ഒന്ന് വെലോസിറ്റി 60 meter per second and it comes to resting 0.4 meter. ഒരു ഡിസിലറേഷൻ ആണ്. ഓക്കെ, വേഗത കുറഞ്ഞു വരികയാണ്. So the equation we use here is obviously v square plus u square plus 2as. Here a is negative, okay, and the final v is 0. Okay, so we can easily do that. U square equal to 2as, right? So we get a as u square by 2as. So that is actually 16 into 16 by 2 into 0.4. So we get it as 320 meter per second square. So this is deceleration, actually just negative value. Okay, now t we get like a v by a. When v get u plus 18 കിട്ടും, when u v is 0 actually, so it's actually t equal to u by a കിട്ടും, u by a. So u is 16 by 320, that gives 0.05 second. Okay, so the answer is 0.05 second. Okay, next one. A person travels with a uniform speed of 20 meter per second for distance x and with a uniform speed of 30 meter per second for the next equal distance. What is the average speed for the total journey? So രണ്ട് കാര്യങ്ങൾ ഇവിടെ 20 meter per second, രണ്ടാമത്തത് 30 meter per second. ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഒരു കോപ്പി ബുക്ക് ഫോർമുല ഉണ്ട്. എന്താണ്? v equal to 2v1 v2 by v1 plus v2. Okay, so what do we get it here? 2 into 20 into 30 by 50. Okay, that is 24 meter per second. Okay, that's the answer. This equal time ആണെങ്കിൽ it's actually 20 plus 30 by 2. Okay, it would give 25 meter per second. ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ രണ്ട് ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. Okay, consider the motion of the tip of a minute hand of a clock in 1 hour. Okay, അപ്പോൾ അതിൻ്റെ 4 ചോയ്സ് ആണ്, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 0, ഡിസ്റ്റൻസ് കവേർഡ് ഇസ് 0, ആവറേജ് സ്പീഡ് ഇസ് 0, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ഇവിടെ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് 1 അവർ കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ആക്ച്വലി 0, കാരണം അത് ഒരേ പൊസിഷനിലാണ് വന്ന് നിൽക്കുന്നത്. ഡിസ്റ്റൻസ് ഇസ് നോട്ട് 0. ഓക്കെ, കാരണം ഇറ്റ്സ് കവറിങ് ഡിസ്റ്റൻസ്. സ്പീഡ് ഈസ് നെവർ 0. സ്പീഡ് എന്താണ്? ആക്ച്വലി 360 ഡിഗ്രി ഇൻ 60 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 6 ഡിഗ്രി ഇൻ 1 മിനിറ്റ് രീതിയിൽ സ്പീഡ് ഉണ്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് 1. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, നെക്സ്റ്റ് വൺ. എ ബോഡി ഓഫ് വെയ്റ്റ് W1 is suspended from the ceiling of a room through a chain of weight W2. The chain pulls the body by a force. Okay, so it's like this. ഒരു സീലിംഗ് ഉണ്ട്, സോ ഒരു ചെയിൻ ഉണ്ട്. ചെയിൻ്റെ വെയിറ്റ് ചെയ്ത് ആ ബോഡിയുടെ വെയിറ്റ് ലൈക്ക് W1 ആണ്. ഓക്കെ, നൗ ദ ചെയിൻ പുൾസ് ദ ബോഡി ബൈ എ ഫോഴ്സ്. അപ്പോൾ ഇവിടെ കാണുന്ന വെച്ചാൽ ബോഡിയുടെ വെയിറ്റ് W1 ആണ് ആൻഡ് ഇറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ കൺസിഡർ ഹിയർ ബോഡിയുടെ വെയിറ്റ് W1 ആണ്. സോ ഇറ്റ്സ് ബാലൻസ്ഡ് ബൈ ദ ചെയിൻ ബൈ W1 ഓൺലി. അങ്ങനെയാണല്ലോ, അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ ഇവിടെ. സോ ടെൻഷൻ ഹിയർ ഇസ് W1. സോ ബേസിക്കലി ഹിയർ ഈ പോയിന്റിൽ എത്രയാണ് ടെൻഷൻ എന്നാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ഫോഴ്സ് with which the chain pulls the body. Okay, so obviously it will be the body of the weight of the body W1. Okay, അതായത് chain pulls the body by a force W1. Okay, ഈ സീലിങ്ങിനുള്ള ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? സീലിങ്ങിനുള്ള ടെൻഷൻ ഇറ്റ്സ് ആക്ച്വലി ബോത്ത് വെയിറ്റ് ഓഫ് ദ ചെയിൻ പ്ലസ് വെയിറ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, സീലിംഗ് W1 പ്ലസ് W2 ആയിരിക്കും സീലിംഗ് ഈ ഭാഗത്തുള്ള ടെൻഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കണം ഓരോ കേസ്. നെക്സ്റ്റ് വൺ. When a particle moves in a circle with uniform speed, ഇതിൻ്റെ 4 കേസ് തന്നെ യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്, എന്തൊക്കെയാണ് മാറുന്നത്? ശരിക്കും പറഞ്ഞാൽ അതിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ് ശരി, പക്ഷേ വെലോസിറ്റി കീപ്സ് ചേഞ്ചിങ്, കാരണം ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, പിന്നെ ആക്സിലറേഷൻ എപ്പോഴും ഉണ്ടല്ലോ, കാരണം ദാറ്റ്സ് ഓൾസോ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. കാരണം ഇപ്പോൾ ഇഫ് യു ഡ്രോ സർക്കുലർ മോഷൻ്റെ കേസിൽ ബോഡി വരുമ്പോൾ ആക്സിലറേഷൻ ഡയറക്റ്റ് ലൈക്ക് ദിസ് ആക്സിലറേഷൻ. അത് അടുത്ത ഇൻസ്റ്റൻറ്റ് ഇപ്പോൾ ബോഡി ഇവിടത്തി കഴിഞ്ഞാൽ ലൈക്ക് ദിസ്. സോ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെലോസിറ്റിയും ചേഞ്ച് ചെയ്യാണ്. So the right answer is the velocity and acceleration both change. Okay,
Speed is constant. Ready? A body having mass 5 kg explodes into two plate pieces with masses 3 kg and 2 kg respectively. If the heavier particle has a speed of 40 meters per second, what is the speed of the lighter particle? അപ്പോൾ ആകെ മാസ് 5 kg 3 kg 2 kg ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു ഹെവിയർ മാസിന്, അതായത് എത്രയാണത് ഹെവിയർ പാർട്ടിക്കിൾ 3 kg മാസിന് 40 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് സ്പീഡ് ഓഫ് ലൈറ്റർ പാർട്ടിക്കിൾ? ഇവിടെ കൺസെപ്റ്റ് എന്താണ്? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സും ഇല്ല, അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇനീഷ്യലി മൊമെൻറ്റം എന്താണ്? 0 ആണ്. 5 kg മാസം ഒന്നും അവിടെ റെസ്റ്റ് നിൽക്കുകയാണ്. ആൻഡ് ദെൻ എന്താണ് ബ്രേക്സ് ഇൻ 2 പീസസ്. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. എന്താണ് m1 v1 plus m2 v2 equal to 0. Okay, basically m1 we take it as 3 kg. So 3 into 40 equal to minus 1 no, at the rate 2 into v2. Okay, this gives v2 equal to 3 minus 60 meter per second. Okay, that opposite direction ആണ് അത് പോവുക. Okay, anyways അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 60 meter per second ആയിരിക്കും. Okay, okay. Next one. A 0.5 kilogram ball moving at a speed of 50 meters per second is hit with a bat that attains a speed of 50 meters per second in the opposite direction. What is change in momentum of the ball? Okay, change in momentum. Momentum is mass into velocity. Okay, so delta p, change in momentum. P no, okay, like m1 v1 minus m2 v2 എന്ന് എഴുതുക. Okay, sorry, m1 v2 എഴുതുക. So m1 equal to v1 minus v2. ഇനി ഇവിടെ നോക്കണം എന്താണ്? What is a mass? 0.25. ചേഞ്ച് ഇൻ ഫസ്റ്റ് വെലോസിറ്റി എന്താണ്? 50 മീറ്റർ സെക്കൻഡ്. ഇനി എന്താണ് അറ്റ് സ്പീഡ് ഓഫ് 50 മീറ്റർ സെക്കൻഡ്? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അഗെയിൻ -15 വരും ഇവിടെ, അല്ലേ? ദാറ്റ് മീൻസ് 0.25 ഇൻറ്റു 15 പ്ലസ് 15 ആണ്, ദാറ്റ് ഈസ് 30. സോ ദാറ്റ് ഈറ്റ്സ് എത്രയാണ്? 7.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ്സ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഈ ചേഞ്ച് നോക്കുക, ലൈക്ക് സ്പീഡ് 50 മീറ്റർ സെക്കൻഡ് വിത്ത് വാൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒബ്വിയസ്ലി എന്തായിരിക്കും? 15 minus -15, that is 30. 30 into 0.25, 7.5. Okay. A body, the mass and weight of which are already determined at equator, is now placed at the pole. Choose the correct statements. അതായത് ഇവിടെ the question is related to എന്താണ് the acceleration due to gravity, g. Now g എന്ന് പറഞ്ഞാൽ g is equal to gm by r square. So g യുടെ വാല്യൂ എവിടെയാണ് അതിൽ കൂടുതൽ മനസ്സിലാക്കിയാൽ മതി. So it is more at the poles because r is less at pole. Okay. So basically value g will be more at poles. Equator g value less ആയിരിക്കും. Okay. ഇനി mass എന്ന് പറഞ്ഞാൽ it's a constant value. Mass. Okay. Weight ആണ് ചേഞ്ച് ചെയ്യുക. So weight w is equal to m into g. Okay. So mass is here it is constant. While weight varies according to the value of g. Okay. അപ്പോൾ വെയിറ്റ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ജി കൂടുതൽ സ്ഥലത്ത്, ദാറ്റ് ഈസ് അറ്റ് ദ പോൾസ്. വൈൽ മാസ് വിൽ ബി കോൺസ്റ്റന്റ്. അപ്പോൾ എന്തായിരിക്കും? മാസ് ഡസ് നോട്ട് ചേഞ്ച്, വെയിറ്റ് ഇസ് മാക്സിമം. ഓക്കെ, ദ പോൾ. ആൻസർ ഈസ് 1. നെക്സ്റ്റ് വൺ. എ റോളർ വെയിങ് 1 ton is being dragged along a road for 1 kilometer. The work done against gravity is. നമ്മളിപ്പോൾ ഒരു റോഡ് വരച്ചു, ഒരു റോളർ വരച്ചു. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പോൾ 1 kilometer അത് പോയി. Gravity is actually acting downwards. Okay, so the work is actually force into distance. Our distance is along the direction of the force. Okay, but gravity is acting downwards. So roller in downward direction ഒരു മോഷനും ഇല്ല. Okay, therefore the work done against the gravity is actually 0. Okay, a stone of mass 2 kg is thrown upwards from the ground with a velocity of 3 meters per second. What is its potential energy at maximum height? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ഹൈറ്റ് കണ്ടുപിടിക്കാം ഫ്രം നമ്മുടെ ലോസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ കാര്യത്തിൽ നിന്ന്. അതായത് യു ടി പ്ലസ് ഹാഫ് ഐ ടി സ്ക്വയർ വെച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാം. പക്ഷേ അതിലേറെ എളുപ്പമുള്ള വഴി വെച്ചാൽ കൺസർവേഷൻ ഓഫ് എനർജി കൺസെപ്റ്റാണ്. ഓക്കെ, കാരണം ഗ്രൗണ്ടിലുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. ദാറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്. അപ്പോൾ അതായത് എം ജി എച്ച് അറ്റ് മാക്സിമം ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അറ്റ് ഗ്രൗണ്ട് ലെവൽ, അല്ലേ? അപ്പോൾ അത് കണ്ടാൽ മതിയല്ലോ. എം ജി എച്ച് എന്നാൽ പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് ഹാഫ് എം വി സ്ക്വയർ? വെൻ ദ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ്, ഹാഫ് ഇൻറ്റു 2 into 3 square, 9. That is 9 joule. So this is the kinetic energy during the initial part of the journey. That will convert into potential energy at the final part. The answer is 9 joule.
ഓക്കെ.